നമുക്കേ ഈസി ആയിട്ട് കുറച്ച് പെയിന്റ് ഉണ്ടാക്കിയാലോ. ഇതുപോലൊരു ബൗൾ എടുത്ത് അതിൽ കുറച്ച് പൗഡർ ആഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യാം. ഇനി വേണ്ടതൊരു ലിക്വിഡ് ആണ്, വേറെ ഒന്നുമല്ല, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്താ, അങ്ങോട്ട് കലക്കുക. മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായിരിക്കണേ? പെയിന്റ്, നല്ല വൈറ്റ് പെയിന്റ്. അങ്ങനെ ഇപ്പം വൈറ്റ് കളർ പെയിന്റ് മാത്രമായ ശരിയാവില്ലല്ലോ, കുറച്ച് കളർഫുൾ പെയിന്റ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് പോർഷൻസ് ആയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമം, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ കുറച്ച് ഇങ്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. കൂടുതലായി പോയാൽ വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടണമെന്നില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മിക്സിങ് അങ്ങോട്ട് തുടങ്ങുക. നല്ല രീതിയിലുള്ള മിക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ എക്സ്പെരിമെന്റ് എത്രത്തോളം സക്സസ് ആയി എന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. കുങ്കുമം ആഡ് ചെയ്തത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മഞ്ഞപ്പൊടി ആഡ് ചെയ്തതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കോഫി പൗഡർ ആഡ് ചെയ്തത് ചെറിയൊരു തരിതരിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബ്ലൂ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നത്. നല്ല കളറും ആയിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി കളേഴ്സൊക്കെ ആവശ്യം വന്നാൽ വാങ്ങാൻ വേണ്ടി നേരെ ഷോപ്പിലേക്ക് ഓടാതെ ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.